ബിസ്മില്ലാഹ് അളവുറ്റല കുറി ബിസ്മില്ലാഹ് ഖുർആനിൽ ഫുർമുൽ നടകിനെ ബിസ്മില്ലാഹ് വജ്റഫന കൊടു കബിനുൽ വജ്മുദൽ വൈബകബതി ബിസ്മില്ലാഹ് വൈബകബതി ബിസ്മില്ലാഹ് അഹദതിൽ അലിഫ് അലിഫിൽ മഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അരിമക്കന കുതുബദിന ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ലാഹ് അളകുറ്റല കുറി ബിസ്മില്ലാഹ് വസ്വത്ത് ബദർ യൗമുൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിച്ചറിഞ്ഞ ദിനം ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജ്ജലതയുടെയും ഇതിഹാസ ചരിത്രം മദീനയിലെത്തിയിട്ടും നബിതങ്ങളെയും സഹാബാക്കളെയും ഖുറൈശികൾ വെറുതെ വിട്ടില്ല, ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർച്ച ചെയ്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ടെന്നറിഞ്ഞ നബിയും സഹാബത്തും അവരെ തടയാൻ പദ്ധതിയിട്ടു. പക്ഷേ അവർ രക്ഷപ്പെട്ടു. വരുന്ന വഴിയിലും അവർ വഴിമാറി രക്ഷപ്പെട്ടു. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെയും സംഘത്തെയും യമപൂരിയിലേക്ക് അയക്കണമെന്ന ദൃഷ്ടാഠ്യത്തോടെ അബൂജഹലും സംഘവും മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ സ്വഹാബത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബദറിൽ പരിചയവും കുന്തവും വാളും കടകങ്ങളും തമ്മിലുരസി അട്ടഹാസങ്ങളും ആർമാദങ്ങളും ഉയർന്നു കഴിഞ്ഞു. യുദ്ധക്കളം ചെഞ്ചായമണിഞ്ഞു. മുസ്ലിംകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഖുറൈശികളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഖുറൈശി പ്രമുഖർ ഓരോന്നോരോന്നായി നിലംപതിക്കുകയാണ്. അബൂജഹലിന്റെ മനസ്സിൽ ഭീതിയുടെ അഗ്നിയാടി. അയാൾ തന്റെ ദൈവങ്ങളായ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരെല്ലാവർക്കും അവരുടെ നേതൃത്വനിര നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അസുവദും വലീദും വന്ന യുദ്ധത്തിൽ നേരത്തെ തന്നെ അവർ രക്തസാക്ഷികളായി. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് എതിരിടുകയാണ്. പക്ഷേ അതിനു മുമ്പ് മീകായിൽ അലൈഹിസ്സലാമിന്റെ പ്രഹരമേറ്റിട്ട് അബൂജഹൽ വീണിരിക്കുകയാണ്. നാമവിശേഷമായിരിക്കുകയാണ്. അബൂജഹലിന്റെ പതനത്തോടുകൂടെ ഖുറൈശികളിൽ നിന്ന് വലിയൊരു സംഘം പിന്തിരിഞ്ഞോടുകയാണ്. അങ്ങനെ ഇസ്ലാം വിജയത്തിന്റെ വെണ്ണിക്കൊടി നാട്ടി. അങ്ങനെ ആരെയോ ഇബ്നു മസ്ഊദ് തങ്ങൾ
ആ ശ്മശാന മൂകതയിൽ ആ ജഡങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ ആരെയോ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ ആരെയായിരിക്കും ആ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവുക? നബികൾ റസൂലുകൾക്കും നായകൻ ഫാത്തിമാനെ നബി തങ്ങൾ അസ്ഹാബി ഇബ്നു മസ്ഊദ് തങ്ങൾ തിരഞ്ഞിരുന്നത് സാക്ഷാൽ അബൂജഹലിനെ തന്നെ. അബൂജഹൽ പ്രജ്ഞയേറ്റ് കിടക്കുന്നത് കണ്ട് കുറിയ മനുഷ്യനായിരുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ അയാളുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് അബൂജഹലിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പലതും പറയുകയാണ്. അവർ തമ്മിൽ വാക്കുയുദ്ധം നടക്കുകയാണ്. പ്രജ്ഞയറ്റ് വീണിട്ടും ബോധം നഷ്ടപ്പെടാനായിട്ടും മരിക്കാനായിട്ടും ഹുങ്കോടുകൂടെ അബൂജഹലിന് പലതും പറയാനുണ്ടായിരുന്നു. തിരിച്ചും ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് പലതും ചെയ്യാനുണ്ടായിരുന്നു. എന്തായിരിക്കും അബൂജഹലിന് പറയാനുണ്ടാവുക? കേളടാ കേളടാ അബൂജഹലേ കേളടാ കൊടിയ കേളടാ കേളടാ ചടയാ മുടാ കേളടാ കേളടാ അബൂജഹലേ കേളടാ കൊടിയ കേളടാ ചടയാ മുടാ കേളടാ തുടി തുടി കും ചകയ കടു കടു കും പകയ തുടി തുടി കും ചകയ കടു കടു കും പകയ ജഹലേ കേളടാ കേളടാ അബൂജഹലേ കേളടാ ചടിക്കരുത്ത പോലെ മാടി കീഴപ്പവനെ ചളിയ അതിറങ്ങാനാളും കളിക്കിടത്തിലുടെ കീഴെ മാറിത്തിടുമ്പോൾ തുളിതെഴുന്നു കടുകടുവ കേളടാ കേളടാ അബൂജഹലേ കേളടാ കൊടിയടാ കേളടാ ചടയാ മുട്ട കേളടാ. സ്വൽപ്പം അഹങ്കാരത്തോടെ അബൂജഹൽ പറയാൻ തുടങ്ങി, എന്റെ കഴുത്ത് നീ നീട്ടി മുറിക്കണം. ഇബ്നു മസ്ഊദ് തങ്ങൾ ഇത് കേട്ടപാടെ ഉറയിൽ നിന്ന് വാളും അബൂജഹലിനെതിരെ വാളോങ്ങാൻ നിൽക്കുമ്പോൾ അബൂജഹൽ പറയുകയാണ്, എന്റെ ഉറയിലുണ്ട് അതിനേക്കാൾ മികച്ച വാൾ, നീ അതെടുത്ത് കൈകാര്യം ചെയ്തോ. ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ ഉറയിൽ നിന്ന് വാളും ഒട്ടും താമസിച്ചില്ല. അബൂജഹലിന്റെ കഴുത്ത് നീട്ടി അങ്ങ് മുറിച്ചു. അബൂജഹൽ മരണവെപ്ലാവത്തിൽ പിടഞ്ഞു. ഭീമന്റെ ചെവിയിൽ തുളയിട്ടുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് കൊണ്ടുപോയി. ഇലാ ഹളറത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇത് കണ്ട് മർഹബ ചൊല്ലി സ്വീകരിച്ചു. നബി തങ്ങൾ സുജൂദിലേക്ക് നമ്രശിരസ്കനായി വീണു. മുന്നിൽ മുന്തി
തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങളോടായി പറഞ്ഞു, ഹാദാ ബിദാക, ഇത് അതിനുള്ള പകരമാണ്. അന്ന് കഅബാലയത്തിൽ വെച്ച് സത്യത പറഞ്ഞതിനു വേണ്ടി നിന്റെ കർണപുരം അടിച്ചു പൊടിച്ചില്ലേ അബൂജഹൽ, അതിന് നീ സുന്ദരമായി പകരം ചോദിച്ചിരിക്കുന്നു. ഇബ്നു മസ്ഊദ് തങ്ങൾ സന്തോഷിച്ചു. നബി തങ്ങളുടെ ഉമ്മത്തിലെ ഫിറൗൻ എന്നറിയപ്പെട്ട അബൂജഹലിന്റെ അഡ്രസ്, അയാളുടെ മേൽവിലാസം ഇതോടുകൂടി ചരിത്രത്തിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. അന്ന് തിരശീല വീഴുകയാണ്. സുഹൃത്തുക്കളെ, ബദർ ഒരിക്കലും അക്രമമായിരുന്നില്ല, അത് തീർച്ചയായും അത് പ്രതിരോധമായിരുന്നു എന്ന സന്ദേശം നിങ്ങൾക്ക് ബദരീങ്ങളെയും ബദറിനെയും വക്രീകരിക്കുന്നവർക്ക് മുമ്പിൽ നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബദറും ഉഹുദും കിസ്സപ്പാട്ടുകളും വേദിയിൽ തെളിവാകുന്നു. ജനങ്ങളിൽ സീറ പാരായണം തുടരുന്നു. എത്തുന്നു സൂചകാക്ഷരം ബി.